മകരവിളക്കിനായി നട തുറന്നതോടെ ശബരിമലയിൽ വലിയ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് വിവരം. തുടർച്ചയായി രണ്ടാം ദിവസവും ദർശന നടത്തിയവരുടെ എണ്ണം 1,00,000 പിന്നിട്ടു എന്ന വാർത്തയാണ് രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്നും പങ്കുവെക്കുന്നത്. അതെ രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും പുതുവത്സരം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് തുടങ്ങാനാകുന്നത്. ശബരിമലയിൽ തിരക്കേറി വരുന്നുണ്ട്. വിവരങ്ങൾ പ്രജിൻസാമിക്കും ക്രിസ്റ്റീന മാളികപ്പുറത്തിനും വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിലെ ആദ്യ ദിനമാണ്. ഇന്നും ശബരിമലയിൽ നല്ല ഭക്തജന തിരക്കാണ്. സന്നിധാനത്തെ എല്ലായിടങ്ങളിലും തീർത്ഥാടകർ വിരിവെച്ച് ഇപ്പോൾ തങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ കയറിയ തീർത്ഥാടകർ ഇന്ന് ഈ അഭിഷേകം ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമായിരിക്കും മല ഇറങ്ങാൻ പോകുന്നത്. പ്രജിനും ക്രിസ്റ്റീനയും സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായ രണ്ടാം ദിനവും 1,00,000-ന് മുകളിലാണ് ശബരിമല സന്ദർശിച്ചവരുടെ ദർശനം നടത്തിയവരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇന്നും 80,000-ന് മുകളിൽ ആളുകൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സ്പോട്ട് ബുക്കിങ്ങിനും തീർത്ഥാടകർക്ക് അവസരമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമല സന്നിധാനത്തെ ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകർ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. തൊട്ട് താഴേക്ക് 18-ാം പടിയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18-ാം പടി കയറാൻ നിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇപ്പോൾ ശബരി പീഠവും പിന്നിട്ടിട്ടുണ്ട് എന്നാണ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രാവിലെ നല്ല തണുപ്പാണ്. കോരിച്ചൊരിയുന്ന ശരീരത്ത് കുളിര് കോരുന്ന തരത്തിലുള്ള ഒരു തണുപ്പ് കൂടിയുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം ഇന്നു മുതൽ കാനനപാത വഴിയുള്ള സ്പെഷ്യൽ പാസുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായിരുന്നു. നല്ലൊരു വർഷം ആശംസിക്കുന്നു. യെസ്, അപ്പോൾ സന്നിധാനത്ത് നിന്നാണ് രാഹുൽ സുരേഷ് തത്സമയം ചേർന്നത്.